ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ മകന് ഈ പ്രശ്നമില്ല. എന്നോട് പറഞ്ഞ വാക്കുകളാണ്. എന്റെ മകൻ അപ്പൊ ഇത് ഔദാര്യമാണെന്ന് മനസ്സിലാക്കിക്കണം. ഓക്കെ, ഔദാര്യമായി വാക്കാ പറഞ്ഞത്. ഒന്നല്ല 4 പ്രാവശ്യം പുള്ളി അത് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാലോചിച്ചു. ഹായ് ഗൈസ്, ഗോപിനാഥ് മുതുകാട്. കഴിഞ്ഞ ദിവസം ഞാൻ ഗോപിനാഥ് മുതുകാടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് വന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഞാൻ ഇതുമായിട്ട് കുറച്ച് ഡേറ്റാസ് ഒക്കെ എടുത്തായിരുന്നു, പല ആളുകളുടെയും വീഡിയോ കണ്ട് അങ്ങനെ കുറച്ച് ഡേറ്റാസ് ഒക്കെ ശേഖരിച്ച് എന്താണ് ഈ വിഷയം, ഇങ്ങനെ ഇത് ഉള്ളതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരാള് നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഭയങ്കര നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ശാന്തശീലനായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ആളെ കുറിച്ച് ഇതുപോലുള്ള അലിഗേഷൻസ് ഒക്കെ വരുമ്പോൾ അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ചാനൽസിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്ത് കണ്ടു. അപ്പം അതിൽ മെയിൻ ആയിട്ട് കണ്ടത് നമ്മുടെ സുനിത ദേവദാസ് എന്ന് പറയുന്ന ഒരു ചാനലില്ല. ആ ചാനലാണ് ഇതിന്റെ കറക്റ്റ് ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരൻസ് വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പം എനിക്ക് വന്ന കമന്റ്, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട എന്റെ വീഡിയോയിൽ അടിയിൽ വന്ന കമന്റ്, ഒരു മുതുകാട് ഭക്തനാണെന്ന് തോന്നുന്നു, ഗോപിനാഥ് മുതുകാടിന്റെ ഏതോ ഒരു ഭക്തനായിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു കമന്റ് ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് കമന്റ് വന്നിരിക്കുന്നത്, പുള്ളി 2-3 റിപ്ലൈസ് എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കമന്റ് വന്നിരിക്കുന്നത്, മറ്റുള്ളവരുടെയും അഭിപ്രായം അറിഞ്ഞിട്ട് അയാളെ കുറ്റം പറഞ്ഞാൽ മതി. നമ്മൾ അയാളെ കുറ്റം പറഞ്ഞതല്ല, അവിടുത്തെ പോരായ്മകൾ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പോരായ്മകളാണ് പറഞ്ഞത്. ആ പേരൻസും പറഞ്ഞത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പോരായ്മകളാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുന്ന ആർക്കും അവിടെ ഫിനാൻഷ്യലി ഒരു പ്രശ്നമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഫിനാൻഷ്യലി ഇയാൾ തട്ടിക്കുന്നെന്ന് ഒന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇദ്ദേഹം എനിക്ക് തന്ന വേറൊരു റിപ്ലൈയും കൂടിയുണ്ട്. നീയല്ലേ മുതുകാടിനെ കുറിച്ച് 2 ആളുകൾ വന്ന് പറഞ്ഞപ്പോഴേക്കും അവരെ വിശ്വസിച്ച് വീഡിയോ ഇട്ടത്? അയാളുടെ അടുക്കലാണ് ശരിയെങ്കിൽ നീ അല്ലേ മറുപടി പറയേണ്ടത്? ഭിന്നശേഷി ഉള്ള ആ മക്കൾ പറയുന്ന വീഡിയോ കണ്ടു നോക്കൂ. ഞാൻ ആ വീഡിയോയും കണ്ടു. മറുനാടൻ മലയാളിയിൽ വന്ന ഷാജൻസ്കറിയ ചെയ്ത ആ വീഡിയോയും ഞാൻ കണ്ടു. അപ്പൊ നമുക്ക് അവിടെ തൊട്ട് തുടങ്ങാം. ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 തരം പാരന്റ്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ബെനിഫിഷ്യറീസ്. അവർക്ക് കിട്ടുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്ന തന്റെ കുട്ടികൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളെല്ലാം അവിടെ കിട്ടുന്നുണ്ട്. അവർക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഇതുകൊണ്ടൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം. തന്റെ കുട്ടിക്ക് കിട്ടിയൊരു സൗഭാഗ്യമായിട്ട് കണ്ട് അവർ അഡ്ജസ്റ്റ് ആയി പോകുന്നുണ്ട്. സെക്കൻഡ് വൺ ആണ് നമ്മളിപ്പോൾ കാണുന്ന ഈ പാരന്റ്സ്. അതായത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേയിലല്ല അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണ്ടത്ര സ്റ്റാഫ് ഇല്ല എന്നൊക്കെ പറയുന്ന ആ ഒരു സെക്കൻഡ് ആയിട്ടുള്ള പാരന്റ്സിനെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അവരുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഇതുപോലുള്ള ഓട്ടിസം പോലുള്ള ഇതുപോലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, അവരുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു +2 വരെയൊക്കെ, ഒരു 10-18 വയസ്സ് വരെയൊക്കെ ഇവർ ഓക്കെയാണ്, അവർ സ്കൂളിലൊക്കെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷം ഈ +2 കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? +2 കഴിഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്യും? ഈ കുട്ടികൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു കൺസേൺ, ഏറ്റവും വലിയൊരു പേടി. പിന്നെ അത് മാത്രവുമല്ല, ഇവരുടെ കാലം കഴിയുമ്പോൾ, ഈ മാതാപിതാക്കളുടെ കാലം കഴിയുമ്പോൾ ഈ കുട്ടികൾ എങ്ങനെ സർവൈവ് ചെയ്യും? ചില കുട്ടികൾക്കൊന്നും ഒരു മറ്റൊരാളുടെ സഹായം ഇല്ലാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ മുതുകാട് ഇങ്ങനെ ഒരു സെറ്റപ്പായിട്ട് വരുന്നത്. അങ്ങനെ ഡ്രീം പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെറ്റപ്പും അങ്ങനെ ഒരു ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷെ അവിടെ നടക്കുന്ന എക്സിക്യൂഷനാണ് ശരിയല്ല എന്ന് ഈ പേരൻസ് പറയുന്നത്. അതായത് അവിടുത്തെ സെറ്റപ്പ്, ഇൻഫ്രാസ്ട്രക്ചർ, ബാക്കി എല്ലാം ഓക്കെയാണ്. പക്ഷെ അവിടുത്തെ ആ ഒരു രീതികൾ, ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതികളാണ് ഈ പേരൻസിന് എതിർപ്പുള്ളത്. ഈ മുതുകാടിനെ കുറച്ച് ആളുകൾ ദൈവമായിട്ട് കാണുന്നുണ്ട്. മുതുകാട് സാറ് പക്ക അടിപൊളി സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ഭക്തനാണെന്ന് വെച്ചോ, മുതുകാടിന്റെ ഭക്തനാണെന്ന് വെച്ചോ, അതെങ്ങനെയാണ് ആ ഭക്തിയിലോട്ട് വന്നത്? എനിക്ക് ഈ കുട്ടികളെ സഹായിക്കാൻ പറ്റുന്നില്ല. മുതുകാട് നോക്കുന്ന പോലെ കുട്ടികളെ എനിക്കൊരു കൂടെ കീഴിൽ കൊണ്ടുവന്നിട്ട് അവരുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ കുറച്ച് ചില്ലറ ഉണ്ട്, എന്നാൽ അത് മുതുകാട് സാറിന് കൊടുക്കാം, എന്നിട്ട് സാറ് നോക്കട്ടെ. അപ്പൊ സാർ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മുതുകാട് സാറിന് ആ ചില്ലറ കൊടുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ വാനോളം പുകഴ്ത്തും സാറിനെ. സാർ അങ്ങനെ ചെയ്തു, സാർ ഇപ്പൊ ഇത്രയും കുട്ടികളെ നോക്കി, ഇത്രയും കുട്ടികൾക്ക് ഒരു ഷെൽട്ടർ കൊടുത്തു. അതൊക്കെ വളരെ ശരിയാണ്, സാറ് ഷെൽട്ടർ കൊടുത്തു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അവിടെ അങ്ങനെയല്ല, പ്രോപ്പറായിട്ടല്ല പോകുന്നതെന്ന് അറിയുമ്പോൾ നമ്മൾ അതിനെ വിമർശിക്കേണ്ടത് തന്നെയാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നുണ. അതായത് ഒരു കുട്ടിക്കില്ലാത്ത കഴിവ്, കുട്ടിക്ക് ചിലപ്പം 10 ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഈ 10 ഭാഷ ഒരു ഗസ്റ്റ് വരുമ്പോൾ 15 ഭാഷയായിട്ട് ഇവർ പറയും. അവൻ 15 ഭാഷയൊക്കെ പറയും കേട്ടോ എന്നൊക്കെ അങ്ങ് അടിച്ചേൽപ്പിക്കുക. അവിടെ ഭയങ്കര നുണപറച്ചിലാണെന്നാണ് ഈ രക്ഷകർത്താക്കൾ വെളിപ്പെടുത്തുന്നത്. രക്ഷകർത്താക്കൾ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഞാനിവിടെ പറയാം. ഇവർക്ക് എല്ലാവരോടും കോമൺ ആയിട്ട് ഈ മുതുകാട് എന്ന് പറയുന്ന ഈ മജീഷ്യൻ എങ്ങനെ പെരുമാറി എന്നുള്ളത് അതും ഞാനിവിടെ വ്യക്തമാക്കാം. പിന്നെ ഈ സെക്കൻഡായിട്ട് നമ്മൾ പറഞ്ഞ പാരന്റ്സ് ഇല്ലേ, ഇവരുടെ കയ്യിൽ കുറച്ച് ഐഡിയാസ് ഉണ്ട്. ഇവർ കുഞ്ഞിലെ മുതൽ കുട്ടികളെ നോക്കി വരുന്നുണ്ട്. കുഞ്ഞിലെ മുതൽ ഇവർക്കുള്ള കെയർ അല്ലെങ്കിൽ അതിനുള്ള ഇതൊക്കെ അവർ പഠിച്ചിട്ട്
എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഇതേപോലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ എങ്ങനെ നോക്കാം എന്നുള്ള ഒരു അവയർനെസ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പ്രശ്നം. നമ്മൾ നോക്കുന്ന പോലെ അല്ലല്ലോ, നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു രീതിയിലല്ലല്ലോ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള പ്രശ്നം അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. അതൊന്നും ഈ മുതുകാടിന്റെ ടീം അംഗീകരിക്കത്തില്ല. അവർക്കൊരു പാറ്റേൺ ഉണ്ട്, അവർ ആ രീതിയിലേ പോകത്തുള്ളൂ. അതായത് രാവിലെ കുട്ടികളെ അവിടെ കൊണ്ടിരുത്തുന്നു, വൈകുന്നേരം ആകുമ്പോൾ അവർ എടുത്തിട്ട് കൊണ്ടുപോകുന്നു. ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ മാത്രം ഉയർത്തിക്കൊണ്ട് വരുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഗസ്റ്റുകളും വീഡിയോസും. ഇവർക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഗസ്റ്റുകളെ കൊണ്ടുവരിക, വീഡിയോസ് കൊണ്ടുവരിക, എന്നിട്ട് അവരുടെ മുമ്പിൽ ഈ കുട്ടികളെ പ്രദർശന വസ്തുക്കളാക്കുക. അതാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഏറ്റവും വലുതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ അവിടെ വേണ്ടത്ര സ്റ്റാഫില്ല. ഇത്രയും കുട്ടികളെയും മാനേജ് ചെയ്യാൻ വേണ്ടത്ര സ്റ്റാഫില്ല. അവിടെ ഒരു ഫിനാൻഷ്യലി ഒരു അലിഗേഷൻസും ഈ പേരൻസിന് ആർക്കുമില്ല. ഫിനാൻഷ്യലി ഫ്രോഡ് തരം കാണിച്ചെന്നോ അങ്ങനെ ഒരു അലിഗേഷൻസും ഇവർക്ക് ആർക്കുമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് കാണിക്കുന്നത് എന്താ, പണ്ട് മുതൽ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ട് ടീച്ചേഴ്സ്, പേരൻസ്, ഇവരൊക്കെ ഈ കുട്ടികളുടെ കഴിവുകൾ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്, മുതുകാടിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവരെ ഇങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടി ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഈ കുട്ടികൾക്ക് ഞങ്ങളാണ് ഇതെല്ലാം പകർന്നു കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് അവർ ആ ക്രെഡിറ്റ് അങ്ങ് എടുക്കുക. ഗസ്റ്റുകൾക്ക് മുമ്പിൽ, ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് മുമ്പിൽ ഈ കുട്ടികളെ പ്രദർശിപ്പിക്കുക. അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുക. അത് മുതുകാട് കൊണ്ടുപോയെന്നോ മുതുകാടിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയെന്നോ ആരും പറയുന്നില്ല. ഇവർ ഈ പേരൻസ് ആരും അങ്ങനെ ഒരു അലിഗേഷൻ കൊണ്ടുവരുന്നില്ല. ഇതൊരു സ്കാം ആണെന്നും പറയുന്നില്ല. അവർ പറയുന്നത് അവിടുത്തെ പ്രൊസീജിയേഴ്സ്, അവിടെ നടക്കുന്ന ആ ഒരു സെറ്റപ്പ് ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ ഈ മുതുകാടിനെ ഇവരെ അറിയിക്കുമ്പോൾ ഇവരോട് എല്ലാവരോടും മുതുകാട് പെരുമാറിയിരുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ മുതുകാടിനെ കാണുന്ന എങ്ങനെയാ, വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് വളരെ ശാന്തശീലനായിട്ട് നമ്മളെല്ലാവർക്കും ഇൻസ്പിറേഷൻ തരും. അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ. പ്രത്യേകിച്ച് ചിലവൊന്നുമല്ലോ. ഇൻസ്പിറേഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. വീഡിയോ ഇട്ടാൽ മതി, വീഡിയോ കാണാൻ പാമ്പടി ആൾക്കാരാണ് ഇതുപോലുള്ള ഇൻസ്പിറേഷൻ വീഡിയോസ് കാണാൻ. അപ്പം ഭയങ്കര ശാന്തശീലനായിട്ടാണ് നമ്മൾ എല്ലായിടത്തും ഈ മുതുകാട് എന്ന് പറയുന്ന ആളെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ പ്രശ്നങ്ങൾ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ പേരൻസിനോട് മുതുകാട് എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് ഈ പേരൻസ് തന്നെ പറയുന്നുണ്ട്. ഇവരോട് എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നത് എന്താണെന്ന് നമുക്ക് അതൊന്ന് കേട്ടോ. നിങ്ങൾ ഒന്ന് ഓർക്കണം, നിങ്ങളുടെ കുട്ടിയെ പോലെ ഒരു കുട്ടി എനിക്കില്ല എന്ന് പറയുമ്പോൾ എന്റെ വൈഫ് എന്നെ ഒന്ന് പിടിച്ചു. അപ്പൊ എന്റെ ഒരു വാള് പോലൊരു സാധനം എന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോയാണെന്നൊക്കെ എനിക്ക് തോന്നി. എന്റെ ഫീലിംഗ് അതാണ്. ഒരു കുട്ടി എനിക്കില്ല, അദ്ദേഹം പറയുന്ന വാക്കുകളാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുടിക്കുന്ന ചായ, ബിസ്ക്കറ്റ്, നിങ്ങൾ ഈ ഉച്ചയ്ക്ക് ഉണ്ണുന്ന ഊണ്, നിങ്ങൾ കയറി വരുന്ന വാഹനം, ഇതെല്ലാം എന്റെ സൗജന്യമാണ്, എന്റെ ഔദാര്യമാണ്. ഈ വാക്കാ പറഞ്ഞത്. ഒന്നല്ല 4 പ്രാവശ്യം പുള്ളി അത് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാലോചിച്ച്, ഇതെല്ലാം മറ്റു വ്യക്തികൾ ഈ സ്ഥാപനത്തിലെ കുട്ടികളെ കണ്ടുകൊണ്ട് കൊടുക്കുന്ന ഔദാര്യം വാങ്ങിക്കൊണ്ട് ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? ഔദാര്യമാണ്, എന്റെ ഔദാര്യമാണ്, നിങ്ങൾ എന്റെ ഔദാര്യം പറ്റി ഇവിടെ നിന്നാൽ മതി. ഇതാണ് മുതുകാടിന്റെ മെയിൻ ഡയലോഗ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. വേറൊരു പേരന്റും കൂടി ഉണ്ട്, അത് പറയുന്നോട് കേട്ടോ. ഇരിക്കുമ്പോ തന്നെ നമുക്ക് അയാളുടെ മുഖം കണ്ടാ അറിയാമല്ലോ, ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ വരുന്ന പോലെ. നമ്മൾ ഈ നോർമലി കണ്ടിട്ടുള്ള ഒരു മുതുകാടിന്റെ എക്സ്പ്രഷൻ ഫേസ് അല്ല. നിങ്ങളോട് ഒരു ഫീസും വാങ്ങുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ഔദാര്യമാണെന്ന് മനസ്സിലാക്കിക്കണമെന്ന്. ഓക്കെ, ആ വേർഡ് കേട്ട ഉടനെ ഐ തിങ്ക് അങ്ങ് ഫ്രീസ് ആയ പോലെ ആയിരുന്നു ഞങ്ങളൊക്കെ. ഒരിക്കലും ഇത്രയും വലിയൊരു ഇൻസൾട്ട് ഓർ ഇത്രയും വലിയൊരു ഹ്യൂമിലിയേഷൻ ഇത്രയും കാലത്തിൽ എനിക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ ആരും ചെയ്യും. വളരെ ശരിയല്ലേ. അവര് ഏറ്റവും എന്താ പറയാ പ്രഷ്യസ് ആയിട്ട് കാണുന്നത് തന്റെ കുട്ടികളെ അവര് പറയുന്നത്, കുട്ടികൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പറയുന്നത് കേട്ടില്ലേ, ഔദാര്യമാണ്, എന്റെ ഔദാര്യമാണ്, വേണമെങ്കിൽ നാം വരെ ഇട്ടേച്ച് പൊക്കോളാൻ. അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മെന്റൽ ട്രോമ പാരന്റിന് അത്രയും വളരെ കെയർ ചെയ്ത് നല്ല രീതിയിൽ ആ കുട്ടീനെ കൊണ്ടുവന്ന് അവർ ആ മുംബൈയിൽ നിന്ന് വന്ന സ്ത്രീയാണ് ഇപ്പൊ പറയും, മുംബൈയിൽ നിന്ന് സ്ത്രീ, അവർ അവിടെ നിന്ന് പെട്ടെന്ന് കുട്ടിക്ക് നല്ല സൗകര്യം കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് വരാം, ഇവിടെ വന്ന് താമസിക്കാന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് താമസിച്ചപ്പോൾ അവർക്ക് കിട്ടിയൊരു അനുഭവമാണ് ഈ പറയുന്നത്. എന്റെ അവതാരിയാണ്, നിങ്ങൾ വേണമെങ്കിൽ ഇതാണല്ലേ ഇട്ടിറങ്ങി പൊക്കോളാൻ. ഇന്നൊരു വീഡിയോ ഈ സുനിത ദേവദാസിന്റെ ചാനലിൽ ഇന്നും ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ അതിലും ഈ സെയിം ഡയലോഗ് തന്നെയാണ് മുതുകാട് അവരോട് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ മകന് ഈ പ്രശ്നമില്ല. എന്നോട് പറഞ്ഞ വാക്കുകളാണ്. എന്റെ മകന് ഈ പ്രശ്നമില്ല, എന്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളില്ല. ഈ കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഔദാര്യമാണെന്ന് വിചാരിച്ചാൽ മതി. മുഖത്ത് നോക്കി പറഞ്ഞു. അത് ഒരുപാട് ദേഷ്യത്തിൽ പറഞ്ഞില്ല, ഒരുപാട് ഒരു വളരെ ക്രൂവലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ക്രൂരമായിട്ട് നമ്മൾ ഒരാളുടെ ഷാർപ്പായിട്ട് നമ്മളോട് പറയില്ലേ, ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളോട് പറയില്ലേ, ഒരു വാൺ ചെയ്യുന്ന പോലെ പറയില്ലേ, മീൻസ് ഒരു വാണിംഗ് പോലെ പറയുന്നത്, അതേ രീതിയിൽ ഒരു പറച്ചില്ല. അപ്പൊ ഞാന് ഒരാൾക്ക് ക്രൂരത കാണിക്കാൻ ദേഷ്യത്തിൽ പറയണമെന്നൊന്നും ഇല്ലല്ലോ മാഡം. ഇതേപോലത്തെ കൊള്ളരുതായ്മകൾ പറഞ്ഞാൽ പോരെ, ചങ്ക് തകർന്നു പോകുന്നൊരു വർത്തമാനമല്ലേ.
എന്റെ അവതാര്യമാണ്. എന്റെ വീട്ടിൽ ഇതേപോലത്തെ പിള്ളേരൊന്നും ഇല്ല, നിങ്ങൾക്കേ ഉള്ളൂ. വേണമെങ്കിൽ ഇവിടെ കിടന്നാൽ മതി. എന്റെ കുടുംബത്തിൽ ഇതേപോലത്തെ പിള്ളേരൊന്നും ഇല്ല, വേണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി. എന്ത് വർത്തമാനം! ഇങ്ങേരാണ് ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് നമ്മളെ എല്ലാവരും ഉപദേശിച്ച് ശാന്ത സ്വരൂപനായിട്ട് വന്ന് കഥകളൊക്കെ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ ശരിയാണെങ്കിൽ എന്റെ പൊന്നു മുതുകാട് സാറേ, നിങ്ങൾ ഈ പാപമൊക്കെ കൊണ്ട് എവിടെ കൊണ്ട് കഴിക്കളെ? കുഞ്ഞുങ്ങളോടും ഈ കുഞ്ഞുങ്ങളുടെ പേരൻസിനോടും ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എവിടെ കൊണ്ട് കഴിക്കളെ നിങ്ങൾ? ഇതൊക്കെ ശരിയാണെന്ന് ഇത് ഓരോ ദിവസവും ഓരോ പേരന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സുനിതാ ദേവദാസിന്റെ ചാനലിൽ വന്നിട്ട് പുള്ളിക്കാരിയാണ് ഇത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരുടെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് അവിടെ ഫിനാൻഷ്യലി ഒരു പ്രശ്നമില്ല. ഫിനാൻഷ്യലി ഇവർക്ക് കിട്ടുന്ന ഫണ്ടെല്ലാം അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. അവിടെ ഓക്കെയാണ്, ഇത്രയും ഫണ്ട് അതിൽ കൂടുതൽ ചെലവഴിച്ച് അവിടെ നടത്തിയിട്ടേ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഫണ്ടിങ്ങിന്റെ ഫണ്ട് തിരിമറി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന്റെ കണക്ക് വിവരയിലുണ്ട്. ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ ആർക്കും ഒരു പ്രശ്നമില്ല. ഫണ്ട് നിങ്ങൾ തിരിമറി നടത്തിയൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. അവിടുത്തെ ആ സെറ്റപ്പ്, അവിടെ എങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുന്നു, ഈ കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതൊക്കെ ഒന്ന് മാറ്റം വരുത്തുക. അല്ലെങ്കിൽ ഇതിനുള്ള റെമഡീസ് എന്നൊക്കെ പറയുന്നത് ഈ പേരൻസ്, ഈ കുട്ടികളെ നോക്കുന്ന ഇതിൽ അറിവുള്ള പേരൻസ് കുറെ ആളുകളുണ്ട്. കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എപ്പോഴും എന്താണ്, ഓരോ കുട്ടികളും ഓരോ രീതിയിൽ വ്യത്യസ്തരാണ്. ഈ ഭിന്നശേഷിക്കാർ ഓരോ കുട്ടികളും ഓരോ രീതിയിൽ വ്യത്യസ്തരാണ്. ചിലപ്പം കുറച്ച് വയലന്റ് ആകുന്ന കുട്ടികൾ കാണും, ചിലപ്പോൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന കുട്ടികൾ കാണും. പല പല സ്വഭാവങ്ങൾ പഠിപ്പിക്കുന്നവർ. ഈ കുട്ടികളെ എല്ലാവരെയും നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേരൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പേരൻസ് കുഞ്ഞിലെ മുതൽ നോക്കി വരുന്നതാണ്. അപ്പൊ അവരത് ആർജിച്ചെടുത്തിട്ടുണ്ട് ആ കഴിവ്. ആ പേരൻസിനെ ഹയർ ചെയ്യുക. അതുപോലുള്ള കുറച്ച് ആളുകളെ സ്റ്റാഫിനെ നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. നല്ലൊരു സെറ്റപ്പാണ്, നല്ലൊരു ഡ്രീമാണ്, നല്ലൊരു പ്രൊജക്റ്റാണ് നിങ്ങളുടെ. ഗോപിനാഥ് മുതുകാടിന്റെ ഐഡിയ ഒക്കെ പക്കയാണ്, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി വളരെ മോശമാണ്. വളരെ 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 മോശമാണ്. ഇവരുടെയൊക്കെ കീഴിട്ട് എന്തോ ഭയങ്കര റൂഡായിട്ട് ഇവരോടൊക്കെ പെരുമാറുക. എന്റെ അവതാര്യമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കിടന്നാൽ മതി. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ഉണ്ടായിരുന്നു, മൂന്നാറിൽ നിന്ന് ഇതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ബേക്ക് ചെയ്യുന്നത്. അതേപോലുള്ള ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കേണ്ട ഒരു കാര്യം. ഇപ്പം ഒരാളിൽ മാത്രം ഈ മുതുകാടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങേരുടെ കാലിൽ മാത്രം കെട്ടിപ്പിടിച്ച് കിടക്കാണ്ട് ഇതുപോലുള്ള ചെറിയ സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കേണ്ടി വരിക. കുട്ടികളെ, ഇതുപോലുള്ള കുട്ടികളെയൊക്കെ നമുക്ക് കെയർ ചെയ്യാനും അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ട് ഇതേപോലുള്ള സെറ്റപ്പൊക്കെ കൊണ്ടുവരിക. അതിലിപ്പോൾ സർക്കാർ ഇയാളുടെ മുമ്പിൽ പോയി കിടന്ന് അടിയറവ് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്കും അത് ചെയ്യാൻ പറ്റും. നമ്മുടെ സർക്കാർ അതിലോട്ട് ഭാഗവാക്കാകുക, ഇതുപോലുള്ള സെറ്റപ്പൊക്കെ കൊണ്ടുവരിക. അല്ലാണ്ട് മുതുകാട് എന്ന് പറയുന്ന അയാൾ മാത്രമല്ലല്ലോ. അവിടെയാണല്ലോ പ്രശ്നങ്ങൾ. അങ്ങേരെ മാത്രം നമ്മൾ ആശ്രയിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളും മറ്റുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് വേണ്ട. അപ്പം എന്റെ അഭിപ്രായമാണത്. എനിക്കിതിൽ നിന്ന് പഠിച്ചപ്പോൾ, എനിക്ക് കുറെ വീഡിയോസ് കണ്ടപ്പോൾ എന്റെ റെഫറൻസസ് അപ്പോൾ മനസ്സിലായ ഒരു കാര്യം എക്സിക്യൂഷനിൽ സംഭവിക്കുന്ന പോരായ്മകളാണ്. പിന്നെ ഇതിന്റെ അടിയിൽ വന്ന്, ഈ വീഡിയോസിന്റെ ഒക്കെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്ന മുതുകാട് ഭക്തന്മാരോട് എനിക്ക് പറയാനുള്ളത്, എടാ നിനക്കൊന്നും വേറെ ഒരു പണിയില്ലടാ. ഇവരൊക്കെ വന്ന് ഇങ്ങനെ പറയാനുണ്ട്, ഈ പേരൻസ് ഒക്കെ ഇങ്ങനെ വന്ന് പറയണ്ട. ഇവർക്കൊക്കെ മുതുകാടിനെ താത്തിക്കിട്ടിട്ടോ ആ സ്ഥാപനം ഇല്ലാതാക്കിയിട്ടോ എന്ത് കിട്ടാനാ? എടാ ആദ്യം നിനക്കൊക്കെ തലയ്ക്ക് വെളിവ് വെക്കാനുള്ള വല്ല മരുന്നും മേടിച്ചിട്ടില്ലടാ. നീ കുറെ എണ്ണങ്ങളുണ്ട്. എന്ത് ഇവന്മാര് ഭക്തന്മാരാണോ അതോ വട്ടന്മാരാണോ? കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങി കമന്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഈ സ്ഥാപനം മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. പോരായ്മകളൊക്കെ മാറ്റിയിട്ട് മുമ്പോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാം. എന്തായാലും എൻ്റെ ഒരു ചെറിയ ഒരു റിസർച്ചിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. എന്തായാലും ബൈ.